ലക്ഷ്യവും ദൗത്യവും മറക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. അപ്രകാരം നാം മറക്കുകയും ദൈവത്തിങ്കൽ നിന്ന് അകലുകയും ചെയ്താൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. മാത്രമല്ല, അതിനായി നാം കണ്ണുനീരൊഴുക്കേണ്ടി വരും. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 28-ാം വാക്യം, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ, ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ശിംശോൻ വളരെ ശക്തനായിരുന്നു. വളരെ ദൈവകൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. എന്നാൽ ദൈവം കൊടുത്തിരിക്കുന്ന അവസരം താൻ ലക്ഷ്യം മറന്നു, ദൗത്യം മറന്നു. അവന് ഇഷ്ടമുള്ളതുപോലെ അവൻ പ്രവർത്തിപ്പാൻ ആരംഭിച്ചു. അതെ, പിന്നത്തേതിൽ താൻ കരയേണ്ടതായി വന്നു. നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട്, ദൗത്യങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. നാം പറയേണ്ടുന്നതേ പറയാവൂ, ചെയ്യേണ്ടുന്നതേ ചെയ്യാവൂ, പ്രവർത്തിക്കേണ്ടുന്നത് മാത്രമേ നാം പ്രവർത്തിക്കാവൂ. അല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിനും നമ്മളുടെ ആലോചനയ്ക്കും അനുസരിച്ച് നാം പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ ദൈവമേൽപ്പിച്ച ദൗത്യങ്ങളിൽ നിന്ന് താൻ നമ്മെ തള്ളിക്കളയും. പിന്നത്തേതിൽ നാം കരയുകയും ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്യേണ്ടതായി വരും. അതെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ, നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ വിശ്വസ്തയോടെ ഉപയോഗിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ ലംഘനങ്ങൾ, പരാജയങ്ങൾ, കുറവുകൾ, പാപ്പരത്തങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തോട് ഏറ്റുപറയുകയും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. പലപ്പോഴും സ്വയം നീതീകരിക്കുന്നവരായി ഞാനും നിങ്ങളും ആയിത്തീരാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ദാസനാകുന്ന ശിംശോൻ ചെയ്യുന്നത് പോലെ, കർത്താവേ, എന്നെ ഓർക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടുന്നത് ആവശ്യമാണ്. ദൈവശബ്ദം കേൾക്കുവാൻ കൊതിച്ച ശൗമേൽ, ദൈവമേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്നു. ദൈവം അവനെ ഉയർത്തുവാനിടയായി തീർന്നു. നമ്മുടെയും ജീവിതത്തിൽ ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി, ദൈവാലോചനയ്ക്ക് വേണ്ടി വില കൊടുത്ത് നിൽക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും.